പ്രിയപ്പെട്ടവരെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി രാജ്യവ്യാപകമായിട്ട് ഒരു യുവഭാരത് യാത്ര സംഘടിപ്പിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാക്കളെ കാണാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുഴുവൻ ഭാരവാഹികളും കേരളത്തിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യയിലെല്ലായിടത്തും പോയി മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഭാരവാഹികളെ എല്ലാവരെയും അത് കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തിക്കൊണ്ട് അവർ ആദ്യം പോയിട്ടുള്ളത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്കാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് ഈ ജാഥയുടെ ഈ യുവഭാരത് യാത്രയുടെ കാര്യങ്ങളും എങ്ങനെയാണ് ആ ജാഥയുടെ ക്രമീകരണങ്ങളും എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള അതെല്ലാം സാദിഖ് അലി ശിഹാബ് തങ്ങളെ അറിയിക്കുകയും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച കൂടി നമുക്കെല്ലാവർക്കും കാണാനായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ പിന്തുണയോടും കൂടിയാണ് ആ യുവഭാരത് യാത്ര ജനുവരി 26-ാം തീയതി കശ്മീരിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി പോകുന്നത്. അതൊരു വമ്പിച്ച വിജയകരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, അതുപോലെ തന്നെ ആഗ്രഹിക്കുകയാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടതിന് ശേഷം അവർ നേരെ പോയത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്തേക്കാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരെ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും എല്ലാവിധ പിന്തുണയും എങ്ങനെയാണ് ജാഥയുടെ ആ ഒരു ഉദ്ദേശങ്ങളും അതിന് എങ്ങനെ പോകണമെന്നുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ എല്ലാവിധ അഭിപ്രായങ്ങളും എല്ലാവരും അവരോട് അറിയിക്കുകയും ജാഥയുടെ ഉദ്ദേശങ്ങളും ജാഥ പോകുന്ന റൂട്ടുകളും എങ്ങനെ സ്വീകരണ കേന്ദ്രങ്ങളൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് അവർ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അവർ അവതരിപ്പിച്ചു. അവരെല്ലാവരെയും വളരെ ഭംഗിയായിക്കൊണ്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് സ്വീകരിക്കുകയും പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അഭിപ്രായങ്ങൾ അവർ ചോദിച്ചറിയുകയും പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏതെല്ലാം സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കുമെന്നും എല്ലാ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളും ഇതിനോട് തീർച്ചയായിട്ടും അവിടെ സഹകരിക്കുമെന്നും എല്ലാ സ്റ്റേറ്റുകളിലും ഒരു സ്വീകരണം എന്നുള്ള രൂപത്തിലേക്കെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചർച്ചയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിലുണ്ടായത്. അവരെല്ലാവരെയും അദ്ദേഹം അവിടെ ഇരുത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായി ഈ ഒരു യാത്ര വിജയിപ്പിക്കേണ്ടതിൻ്റെ ഒക്കെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവർക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശീർവാദങ്ങളും അർപ്പിച്ചുകൊണ്ടാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരെ അവിടെ നിന്നും യാത്രയാക്കിയത്. ഈ ഒരു യാത്ര വമ്പിച്ച വിജയകരമാവാൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് അവരെല്ലാവരും പോയിട്ടുള്ളത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണാൻ പോയതിന് ശേഷം അവർ പോയത് ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്കാണ്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥിരാംഗങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുന്നതിൻ്റെയൊക്കെ ആവശ്യകത മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഭാരവാഹികൾ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവരെ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ചോദിച്ചറിയുകയും ഏതൊക്കെ സ്വീകരണ കേന്ദ്രങ്ങളിലാണ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും പാണക്കാട് ഫാമിലിയിൽ ഉള്ളവരൊക്കെ പങ്കെടുക്കേണ്ടത് എന്നുള്ള ഒക്കെ ചർച്ചകളാണ് അവിടെ മുന്നോട്ട് പോയത്. ഈ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യോഗം അടുത്ത ദിവസം തന്നെ ചേരുമെന്നും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജാഥയ്ക്കുള്ള എല്ലാ പിന്തുണയും അദ്ദേഹത്തിനും ആശീർവാദങ്ങളോട് കൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും അതുപോലെ തന്നെ മുനവർ അലി ശിഹാബ് തങ്ങളെയും ഒക്കെ കാണുന്നതിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ് ആസിഫ് അൻസാരി, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി വി കെ ഫൈസൽ ബാബു, അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി, അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ
എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള ആഷിഖ് ചെലവൂർ, അതുപോലെ തന്നെ വി മുഹമ്മദ് അലി, അതുപോലെ തന്നെ CK ഷാക്കിർ, അതുപോലെ തന്നെ MSFൻ്റെ ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജി അടക്കമുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ 3 പേരെയും കാണാൻ വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഭാരവാഹികൾ എത്തിയത്. ഇതിലൂടെയുള്ള ഒരു ചർച്ചയിലൂടെ ഈ ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യുവഭാരത് യാത്ര ഒരു വമ്പിച്ച വിജയകരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ യാത്ര വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജാഥയ്ക്ക് എന്നും ഇതിനോടൊപ്പം പോകാൻ പറ്റുന്ന രൂപത്തിൽ കേരളത്തിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ എല്ലാവരും അത്തരത്തിൽ ഒരു സ്ഥിരാംഗങ്ങളായിട്ട് ഇതിൽ പങ്കെടുക്കണമെന്നും അതിലൂടെ മാത്രമേ ഈ ജാഥയ്ക്ക് ഒരു വമ്പിച്ച വിജയമുണ്ടാവുകയുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടി കേരളത്തിൽ നിന്നുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എല്ലാ പ്രവർത്തകരും ഇതിൽ പങ്കാളികളാകണമെന്നും സ്ഥിരാംഗങ്ങളാകണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. RSSനെതിരെയുള്ള ഈ ഒരു പോരാട്ടത്തിന് മുസ്ലിം യൂത്ത് ലീഗിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുകയാണ്. ഒരു വമ്പിച്ച വിജയകരമായിട്ട് ഈ ജാഥ മാറട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും.